ഹായ് ഫ്രണ്ട്സ്, MR ലാൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് വെളുപ്പിന് 4:30 മണിക്കാണ് കേട്ടോ. ഇന്ന് നമുക്ക് ചിറ്റമല പൊങ്കാലയാണേ. പൊങ്കാലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളിലാണേ. തേങ്ങയൊക്കെ പൊട്ടിച്ച് തിരുമിയൊക്കെ എടുക്കുമായിരുന്നേ. ഞാൻ വെളുപ്പിന് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനും 3:30 എഴുന്നേറ്റ് നമ്മുടെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ചിട്ട് 4:30 ആയപ്പോഴത്തേക്കും കിച്ചണിലേക്ക് വന്ന് തേങ്ങ തിരുമി അതൊക്കെ ദാണ്ട് കൊണ്ടുപോകേണ്ട പാത്രത്തിലാക്കി അടച്ചു വെച്ച് സെറ്റും മുണ്ട് കൊടുത്തോണ്ട് പൊങ്കാലയ്ക്ക് പോകുന്നത് കൊണ്ട് അതൊക്കെ കൊടുക്കുന്നതിന് മുമ്പേ ബാക്കി എല്ലാ കാര്യങ്ങളും എടുത്ത് ദാണ്ട് കിറ്റിനകത്തൊക്കെ ആക്കി റെഡിയാക്കി അങ്ങ് വെക്കുമായിരുന്നേ. മണിയണ്ണ ഇല്ലാത്തതുകൊണ്ട് കൂടെ വരുന്നത് നിച്ചുകുട്ടനാണ്. അനിയൻ്റെ ആട്ടോയിലാണ് പോകുന്നത്. ആട്ടോ 6 മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ 6 മണിക്ക് പോകുന്നത് നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ രമ്യയും കുഞ്ഞാണൂടെ വന്ന് സ്ഥലമൊക്കെ പിടിച്ചിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന സമയത്ത് സെറ്റ് മുണ്ട് കൊടുത്തതൊക്കെ പിന്നെ ദാണ്ട് ഒന്നുകൂടി റെഡിയാക്കിയൊക്കെ വെച്ച് ആ സമയത്ത് നിച്ചുകുട്ടനൊന്ന് വീഡിയോ എടുത്തതാണ്. എങ്ങനെയുണ്ട് സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട്? ഞാൻ സൂപ്പറല്ലേ. നിച്ചുകുട്ടൻ ഗിഫ്റ്റ് തന്ന കമ്മലാണ് കേട്ടോ ഇട്ടേ. മേടിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു അത് ഇട്ടാൽ മതി പൊങ്കാലയ്ക്ക് പോകുമ്പോഴെന്ന്. അങ്ങനെ നമ്മൾ ദാണ്ട് അമ്പലത്തിലേക്ക് എത്തി. വന്ന ഉടനെ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ട് അങ്ങ് തൊഴാൻ വന്നതാണ്. തൊഴാൻ ഭയങ്കര ക്യൂ ആയിരിക്കും പൊങ്കാലയുടെ ദിവസം. തൊഴാൻ ക്യൂവിൽ നിന്ന സമയത്ത് എടുത്തതാണ്. അമ്പലത്തിൽ സോപാന സംഗീതം നടക്കുന്നുണ്ടായിരുന്നേ. ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ ദാണ്ട് പിന്നെയും തൊഴാനുള്ള ആൾക്കാർ നിൽക്കുന്നത് കണ്ടോ. വെളിയിലോട്ട് ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ ചുറ്റുമതിലിനകത്തുള്ള പൊങ്കാലിടാൻ ആൾക്കാർ നിൽക്കുന്നതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണേ. പിന്നെ അമ്പലത്തിൻ്റെയും വീഡിയോ മൊത്തത്തിലൊന്ന് എടുത്തതാണ്. ഈ പൊങ്കാല ദിവസവും അതുപോലെ ഉത്സവത്തിൻ്റെ അന്നൊക്കെ അമ്പലം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ധൃതി പിടിച്ച് വന്ന് തൊഴുതെങ്കിലും നമ്മൾ തൊഴുതിറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ പണ്ടാരടുപ്പ് കത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവുന്നേ ഉള്ളായിരുന്നേ. കഴിഞ്ഞ വർഷം നമ്മൾ ഈ പണ്ടാരടുപ്പിന് അടുത്തായിരുന്നു കേട്ടോ നിന്നത്. അതുകൊണ്ട് നമുക്ക് അരി ഇടുന്നതും എല്ലാം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞുമായിട്ട് അവിടെ നിന്ന് വെയിൽ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോയതേ ഇല്ല. നമ്മൾ മൈതാനത്ത് തന്നെ നമുക്ക് ഇരിക്കാനൊക്കെ സൗകര്യം ഒക്കുന്ന രീതിയിലൊരു സ്ഥലത്താണ് ഈ പ്രാവശ്യം നിന്നത്. ഇനി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചുറ്റുമതിലിനകത്തെയും ഇറങ്ങി മൈതാനത്തെ ഒക്കെ വീഡിയോ ഒന്ന് എടുത്തതാണേ. ഞങ്ങൾ വന്ന് ദാണ്ട അമ്പലത്തിൽ നിന്ന് കിട്ടിയ ചന്ദനമൊക്കെ കൊണ്ട് കലത്തിനൊക്കെ തൊടിയിച്ച് വെക്കുമായിരുന്നേ. എന്നിട്ടും തുടങ്ങിയില്ലായിരുന്നു. 6:30 തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിൽ 7:30 കഴിഞ്ഞിട്ടായിരുന്നേ പൊങ്കാല തുടങ്ങിയത്. പിന്നെ നമ്മുടെ പതിവ് സെൽഫി അങ്ങ് എടുത്തതാണേ. ഞാനും രമ്യക്കുട്ടിയും നീലൂട്ടിയും പിന്നെ കാത്തുവാണേ. കാത്തു എൻ്റെ നാത്തൂനാണേ, പാപ്പൻ്റെ മോൻ്റെ വൈഫാണ് കേട്ടോ. അവളുടെ പേര് സുകന്യ എന്നാണേ. നമ്മൾ കാത്തു എന്ന് വിളിക്കുന്നതാണേ. ഞങ്ങളുടെ 3 പേരുടെയും പൊങ്കാല ഇടാനുള്ള എല്ലാം നട റെഡിയാക്കി വെച്ചേക്കുവാണേ. അപ്പോഴത്തേക്കും നട പണ്ടാരടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നട തീ മേടിക്കാനുള്ള ഓട്ടത്തിലാണേ. അങ്ങനെ കണ്ട നമുക്കും തീയൊക്കെ കിട്ടി. തീ കത്തിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെയൊന്നും എടുത്തത്. എല്ലാവരും നാണ്ട് തീ കത്തിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം നല്ല പുകമയം ആയി മാറിയിട്ടുണ്ടായിരുന്നു. നീലൂട്ടിയാണ് കേട്ടോ രമ്യയുടെ പൊങ്കാലയുടെ അരി ഇടുന്നത്. നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുമ്പോൾ ഒഴിച്ച് ബാക്കി എല്ലാ പൊങ്കാലയ്ക്കും നീലൂട്ടിയാണ്. കാരണം നീലൂട്ടിക്ക് വേണ്ടിയിട്ടാണ് അവൾ പൊങ്കാല ഇടുന്നത്. പിന്നെ കാത്തുവും ഞാനും അരിയിട്ടു. ഈ പ്രാവശ്യം ഉണ്ടല്ലോ നല്ല തണുത്ത അന്തരീക്ഷമായിരുന്നു. എനിക്കൊന്ന് തലേന്നൊരു മഴ പെയ്തതുകൊണ്ടായിരിക്കാം പൊങ്കാല ഇട്ട് കഴിയുന്നത് വരെ അധികം വെയിലില്ലായിരുന്നേ. പിന്നെ ദാണ്ട് എൻ്റെ പൊങ്കാലക്കല തിളച്ച് തൂവിയതാണ്. ഇത് ആദ്യത്തേതല്ല കേട്ടോ. ആദ്യത്തെ തിളച്ച് തൂവിയപ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് പ്രാർത്ഥിച്ചൊക്കെ നിന്നെയാണ്. പിന്നെ രണ്ടാമത് തിളച്ച് തൂവിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. നമ്മൾ പൊങ്കാല ഇടാൻ വരുമ്പോഴേ പൊങ്കാലക്കലം തിളച്ച് തൂവുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ പൊങ്കാലയൊക്കെ ദാണ്ട് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഫുഡ് വാങ്ങിക്കാനായിട്ട് പോയാണ്. നമ്മൾ നിന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ പ്രഭാത ഭക്ഷണം അറേഞ്ച് ചെയ്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് തോനെ ദൂരേക്ക് പോകേണ്ടി വന്നില്ല. പ്രഭാത ഭക്ഷണം വാങ്ങിക്കാൻ നിൽക്കുന്നവരുടെ ക്യൂ ആണ് കേട്ടോ. നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നേ. മൈതാനത്ത് തന്നെ 2-3 അടുത്തായിട്ട് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. അത് നമ്മൾ ക്യൂ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ വന്ന് ഇടിച്ച് കയറി വാങ്ങിക്കുന്നുണ്ടായിരുന്നേ. അപ്പം പുറവിൽ നിന്ന് അമ്മമാരൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോഴത്തേക്ക് നല്ല വെയിലായിട്ടുണ്ടായിരുന്നേ. നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ വെയിലത്ത് ക്യൂ നിൽക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ മുന്നേ വന്ന് ഇടിച്ച് കയറി പോകുമ്പോൾ നമുക്കും വിഷമം വരത്തില്ലേ. അങ്ങനെ അമ്മമാരൊക്കെ ഭയങ്കര ബഹളം വെച്ച് ആകെപ്പാടെ നല്ല രസമായിരുന്നു ആ സമയത്ത് അവിടെ. ഫുഡ് കിട്ടിയ പാടെ ഞാനും നീലൂട്ടി നണ്ട കഴിക്കാനിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നേ. ഇഡ്ഡലി സാമ്പാർ ചട്നിയൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോഴത്തേക്കും നല്ല തിരുമേനി അവിടെയൊക്കെ തളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ ഈ സൈഡിൽ നിന്നതുകൊണ്ട് നമ്മൾ പിന്നെയും കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നേ. കാത്തിരുന്ന് അവസാനം നമ്മുടെ പൊങ്കാലയും തളിക്കാറായപ്പോഴത്തേക്കും നമ്മൾ ദാണ്ട് കർപ്പൂരമൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നേ. പൊങ്കാലയൊക്കെ തുറന്ന് വെച്ച് നമ്മൾ തളിക്കാൻ സമയമായപ്പോഴാണ് കേട്ടോ പൊങ്കാല തുറന്ന് വെച്ചത്. പൊങ്കാല കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാരൊക്കെ പോകുവാണേ. ഈ ഭാഗത്ത് നിന്ന് ആൾക്കാരെല്ലാം പോയി. അപ്പോഴത്തേക്കും ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ നിന്നുള്ളവരൊക്കെ പോകുന്നതേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ എല്ലാം ശൂന്യമായി. തിരിച്ച് കൊണ്ടുപോകാനായിട്ട് മണിയണ്ണനാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ വരണമെങ്കിൽ കുറേ ദൂരം ഇങ്ങനെ ഇറങ്ങി വരണമല്ലോ. ഭയങ്കര തിരക്കായിരിക്കും. വണ്ടിക്കൊക്കെ ആ സമയത്ത് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ തന്നെ അവിടെ മോരുവെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും മേടിച്ച് കുടിച്ച് ഞാൻ നിച്ചുകുട്ടനൂടെ താഴെ ഇറങ്ങി വരുവാണ്. അതിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന സമയത്ത് പൊങ്കാല കഴിഞ്ഞ് പോകുന്നവരെയൊക്കെ ഒന്ന് വെറുതെ വീഡിയോ എടുത്തതാണേ. അപ്പോഴത്തേക്കും നല്ല മണിയെണ്ണം വന്ന് പിന്നെ ഞങ്ങളെല്ലാം പറക്കി കെട്ടി ഇങ്ങോട്ട് പോരുമായിരുന്നേ. അപ്പോൾ പൊങ്കാല വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ടാറ്റാ ബൈ സീ യു.